വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിന്റെ അങ്കിയണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. ഓർമ്മിക്കുക, ക്രൈസ്തവ ജീവിതം എന്നത് നിരന്തരമായൊരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. പിശാചിന്റെ പ്രലോഭനങ്ങളോടും ലോകത്തിന്റെ സ്വാധീനങ്ങളോടും തിന്മയുടെ ആധിപത്യം പുലർത്തുന്ന പ്രവണതകളോടും പോരാടേണ്ട ജീവിതം. തിന്മകളുടെ അധിപനായ പിശാചിനെതിരെയുള്ള നിരന്തരമായ ഒരു കഠിന യത്നം കൂടിയാണിത്. ദുഷ്ടശക്തി നമുക്കിടയിൽ സന്നിഹിതമാണ്. പിശാചില്ലെന്നോ പ്രവർത്തന നിരതനല്ലെന്നോ അനുമാനിക്കുന്ന അമിത ലഘൂകരണത്തിലേക്ക് പോകുന്നത് ശരിയല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മെ ആക്രമിക്കുന്ന ദുഷ്ടാരൂപി എന്ന അർത്ഥത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നുമുള്ള ഒരു മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈശോ ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിശാചിനെ ഒരു ഐതിഹ്യമോ ചിത്രീകരണമോ ഒരാശയമോ ആയി മാത്രം കാണുന്നത് അപകടകരമാണ്. കാരണം ഈ ചിന്ത നമ്മെ ജാഗ്രതയില്ലാതാകുന്നതിലേക്കും അശ്രദ്ധമായ ജീവിതം നയിക്കുന്നതിലേക്കും കൊണ്ടുചെന്നെത്തിക്കും. നാം വേണ്ടത്ര ജാഗ്രത പുലർത്താതിരിക്കുമ്പോൾ പിശാച് നമ്മുടെ ജീവിതം വെറുപ്പിന്റെയും ഏകാന്തതയുടെയും അസൂയയുടെയും തിന്മയുടെയും വിഷം നിറയ്ക്കുന്നു. നാം കേട്ട വചനം പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ആയതുകൊണ്ട് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞു ജീവിച്ച് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ദൈവത്തിന് നമ്മെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം സ്വർഗത്തിനായി. യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം സ്വർഗത്തിനായി. നിത്യജീവൻ കൊയ്തെടുക്കാൻ ഞങ്ങൾ നടത്തും ആത്മീയ സമരം. സഭയാം തേരിൽ മുൻസാരഥികൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ മീഖായേലും. സഭയാം തേരിൽ മുൻസാരഥികൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ മീഖായേലും. രക്തം രക്തം ക്രിസ്തുവിൻ രക്തം കോട്ടയായി എന്നും കാവലായി ദൈവജനത്തിന് ചുറ്റുമുണ്ട്. രക്തം രക്തം ക്രിസ്തുവിൻ രക്തം കോട്ടയായി എന്നും
വിശുദ്ധരും ഞങ്ങൾക്ക് കൂട്ടിനുണ്ട്. 12 ശിഷ്യരും മാലാഖവൃന്ദവും വിശുദ്ധരും ഞങ്ങൾക്ക് കൂട്ടിനുണ്ട്. യുദ്ധം യുദ്ധം ആത്മീയ പടനീക്കം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിനധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മതെമ്പുരാത്മാക്കൾക്കും എതിരായി ഞങ്ങൾ യുദ്ധം ചെയ്യും. യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം ആത്മാവിൻ യുദ്ധം, യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം ആത്മാവിൻ യുദ്ധം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു നിൽക്കാൻ ദൈവത്തിനെല്ലാ ആയുധവും ധരിച്ചു ഞങ്ങൾ. ക്രിസ്തുവിൻ ഭൗതിക ശരീര ആത്മീയ പടയാളികളായി മാറും. ക്രിസ്തുവിൻ ഭൗതിക ശരീര ആത്മീയ പടയാളികളായി മാറും. സത്യം കൊണ്ടരമുറുക്കി നീതി തൻ കവചമണിഞ്ഞ് സമാധാനത്തിൻ സുവിശേഷപാത രക്ഷ ധരിച്ച് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന വിശ്വാസ പരിചയെടുത്തുകൊണ്ടും രക്ഷയുടെ പടത്തൊപ്പിയണിഞ്ഞ് ദൈവവചനമാ ആത്മാവിൻ വാൾ ഏന്തിക്കൊണ്ട് സ്വർഗീയ ജെറുസലേം നേടിടുവാൻ ആത്മീയ തേരോട്ടം നടത്തും ഞങ്ങൾ. സ്വർഗീയ ജെറുസലേം നേടിടുവാൻ ആത്മീയ തേരോട്ടം നടത്തും ഞങ്ങൾ. സമരസഹന വിജയ സഭ നമുക്ക് കൂട്ടായി ഇന്നുമുണ്ട്. സമരസഹന വിജയ സഭ നമുക്ക് കൂട്ടായി ഇന്നുമുണ്ട്. പാവനാത്മാവേ വന്നിടണേ, നിൻ വരദാനങ്ങൾ ഞങ്ങളിൽ ചൊരിഞ്ഞിടണേ. പാവനാത്മാവേ വന്നിടണേ, നിൻ വരദാനങ്ങൾ ഞങ്ങളിൽ ചൊരിഞ്ഞിടണേ. യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം സ്വർഗത്തിനായി. യുദ്ധം യുദ്ധം ആത്മീയ യുദ്ധം, യുദ്ധം യുദ്ധം സ്വർഗത്തിനായി. നിത്യജീവൻ കൊയ്തെടുക്കാൻ ഞങ്ങൾ നടത്തും ആത്മീയ സമരം. നിത്യജീവൻ കൊയ്തെടുക്കാൻ ഞങ്ങൾ നടത്തും ആത്മീയ സമരം. ഞങ്ങൾ നടത്തും ആത്മീയ സമരം. ഞങ്ങൾ നടത്തും ആത്മീയ സമരം.